ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇലകൾ കൊണ്ടുള്ള നല്ലൊരു കൂട്ടുതോരനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന ഇലകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പിടി ചേമ്പിൻ്റെ ഇലയും തണ്ടും കൂടി നമുക്ക് മുറിച്ചെടുക്കാം. നല്ല തളിര് തണ്ടവും തളിര് ഇലയാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങൻ്റെ ഇലയാണ്. 2 തരം വഴുതനങ്ങ ഉണ്ടല്ലോ. അപ്പോൾ ഒരു വഴുതനങ്ങൻ്റെ ഇലയാണ് ഇത് വേറെ വഴുതനങ്ങ, വേറെ ഐറ്റം വഴുതനങ്ങൻ്റെ ഇലയാണ്. ഇത് ഓമട കൂമ്പാണ് കേട്ടോ. നല്ല തളിര് ഓമട കൂമ്പ്. ഇത് തീരെ മൂക്കാൻ പാടില്ലാത്ത എടുക്കണം. അപ്പോൾ ഞങ്ങൾ കറുമുത്തിക്കായി എന്ന് പറയും, ചിലവർ ഓമ എന്ന് പറയും, ചിലവർ പപ്പായ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞത്. പിന്നെ ഒരു പിടി ചീരൻ്റെ ഇല, ഒരു പിടി മത്തൻ്റെ ഇല, ഒരു പിടി വെണ്ട ഇല, ഒരു പിടി കോവട കഴുത്തടക്കം ഇതുപോലെ മുറിച്ചെടുത്താൽ നല്ലോണം തളിരായി വരും ചെയ്യും. തളിര ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാതും കൂടി വെച്ചിട്ട് നമുക്കൊരു കൂട്ടുതോരൻ ഇന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ എട്ടില തോരൻ തയ്യാറാക്കാൻ വെച്ചതാണ് ഇത്. എല്ലാ ഇലകളും ഞാൻ വേറെ അരിഞ്ഞ് വെച്ചതാണ്. 8 പാത്രങ്ങളിലായിട്ടാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ചേരുവകളാണിത്: ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്. ഇതൊന്നും നമുക്ക് അധികം അറിയാൻ പാടില്ല കേട്ടോ. അപ്പം ചമ്മന്തിൻ്റെ പരുവത്തിലാക്കിയിട്ട് നമുക്കിതെടുക്കാം. ആദ്യം നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ മക്കളെ, നമ്മളെ എട്ടില തോരൻ ഇവിടെ തയ്യാറായിട്ടാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു ശകലം ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് വേണമെങ്കിൽ എരിവും പുളിയും ആവശ്യമുള്ളവർക്ക് ഇത് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് എല്ലാറ്റിക്കും കുറച്ച് എരിവും പുളിയും വേണം. അതുകൊണ്ടാണ് ഞാനൊരു തുള്ളി ചെറുനാരങ്ങ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, ഓരോരുത്തർക്ക് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നീങ്ങാം. ഇനിയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സത്യത്തിൽ പറയുകയാണെങ്കിൽ എട്ടില തോരൻ എന്ന് പറഞ്ഞിട്ടൊരു തോരൻ ഇല്ല കേട്ടോ മക്കളെ. 21 തോരനാണ്. ഞങ്ങളുടെ നാട്ടിൽ 21 തോരൻ എന്ന് പറയുക. അതായത് 21 ഇല ചേരുവകൾ കൂട്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുക. ഇപ്പോൾ വർഷക്കാലമല്ലേ, പറമ്പിലൊക്കെ നമുക്ക് ചീരകളും കുമ്പളങ്ങി അതും ഇത് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ലാത്തൊരു സമയം ആയതുകൊണ്ടാണ് ഞാൻ എട്ടില തോരനാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വർഷക്കാലത്ത് കർക്കിടക മാസമൊക്കെ വരുമല്ലോ. കർക്കിടക മാസത്തിൽ നമ്മൾ തിരുവാതിര നാറ്റെല്ലാം ഉണ്ടാവും. അന്നത്തെ 2 ദിവസം ഇത് എല്ലാവർക്കും വളരെ പ്രധാനമാണ്. അപ്പോൾ ആൾക്കാർ 21 ഇലയൊക്കെ കിടന്ന് ഓടി പാഞ്ഞിട്ട് 21 ഇല ഒപ്പിച്ചിട്ട് അതുകൊണ്ട് തോരനുണ്ടാക്കും. അവർ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 21 ഇലയാണ് ഇട്ടാൽ, ഒരു കുമ്പളങ്ങൻ്റെ ഇല, ഒരു മത്തൻ്റെ ഇല, ഒരു ചീരൻ്റെ ഇല, ഒരു മറ്റുള്ള ഇല, അങ്ങനെ ഓരോ ഇല വെച്ചിട്ടാണ് 21 ഇല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് നല്ലോണം ഇലക്കറികളായാലും പടുകൂട്ടാനുകളായാലും വേറെയുള്ള നല്ലോണം വേണം. അപ്പോൾ ഞാൻ എല്ലാതും ഉള്ളതിനനുസരിച്ചിട്ട് ഒരു പിടി തയ്യാറാക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഉച്ചക്കത്തെ ഭക്ഷണം ചൂട് ദോശയാണ് ചുട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇത് കൂട്ടും. രാത്രിയും ഇത് തന്നെ. എനിക്ക് 450 ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഇപ്പോൾ നോർമലായി ഞാൻ ഷുഗറിൻ്റെ ഗുളിക കുടിക്കുന്നേ ഇല്ല. പക്ഷേ ഈ തോരനോണ്ടല്ല, ഇതുപോലെ പല പടുകൂട്ടാനുകളും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഞാൻ വയറിറച്ചി കഴിക്കും. കുറച്ച് ചോറൊക്കെ കുറച്ചിട്ട്. ചോറാണ് ഏറ്റവും എനിക്കിഷ്ടം. ചോറും നല്ല എരിവും പുളിയുള്ള കൂട്ടാനും ചെറുപ്പം മുതലേ എനിക്കിഷ്ടം അതാണ്. പക്ഷെ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഒഴിവാക്കിയതാണ്, തടി കൂടുതൽ വേണ്ട വെച്ചിട്ട്. ഞാൻ എത്ര തടി കൂടിയാലും എനിക്ക് ഇന്നേ വരെയൊക്കെ അതപ്പോൾ കാര്യങ്ങളോ ഒന്നും, എത്ര ഓടിയാലും എന്ത് മല മറിച്ചാലും കിഴപ്പും കാര്യങ്ങളൊന്നുമില്ല. പറമ്പിൽ കൊത്തി കളിച്ചാലും നമുക്കൊരു കിതപ്പ് ഉണ്ടാവില്ല, അതില്ല. അപ്പോൾ എന്നും ഒരുപോലെ നമ്മളെ തടി ഇരിക്കുകയും ചെയ്യും, ശരീരം ഒരേപോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ.